നേരത്തെ അബ്ദുൾ റഷീദ് സഖാഫി കുട്ടികളുടെ വിഷയാവതരണത്തിൽ കേട്ട ഒരു കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. നേരത്തെ വലത് കൈയിൽ ആകാശം പിടിക്കും, ഭൂമി കയ്യിൽ ചുരുട്ടിപ്പിടിക്കും എന്നൊക്കെ പറഞ്ഞതിനെ പറ്റി ഇവിടെ വിഷയാവതരണത്തിൽ പറഞ്ഞിരുന്നല്ലോ. സൂറത്ത് സുമറില് 67-ാമത്തെ ആയത്ത്, വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി വൽ അർദു ജമീഅൻ ഖബൽതുഹു യൗമൽ ഖിയാമത്തി വസ്സമാവാതു മത്വിയാത്തുൻ ബിയമീനിഹി സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. ആ അർത്ഥം, അതിന്റെ അർത്ഥം അള്ളാഹുവിനെ കണക്കാക്കേണ്ടുന്ന വിധം അവർ കണക്കാക്കിയില്ല. അതാ അവനാ ഭൂമി ആസകർമെടുത്ത് കയ്യിൽ പിടിക്കുന്നു, അതുപോലെ തന്നെ ആകാശത്തിന് വലത് കയ്യിൽ ചുരുട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. അള്ളാഹു പരിശുദ്ധനാണ്, അവനെ പങ്കുചേർക്കപ്പെടുന്നതിൽ നിന്ന് അവൻ വിമുക്തനുമാണ്. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് സക്കാഫിക്ക് പറയാം? എന്റെ വിഷയാവതരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്ത് ചോദ്യമാണ് നിങ്ങൾ ഇപ്പോൾ ചോദിച്ചതിൽ ഉള്ളത് എന്ന് വ്യക്തമാക്കിയാൽ മറുപടി പറയാം. അള്ളാഹുവിന് വലത് കൈയുണ്ടോ എന്ന് മുജാഹിദുകൾ പറയുന്നു എന്നൊരു ആരോപണമായിട്ടാണ് ഉസ്താദ് നേരത്തെ പറഞ്ഞത്. അപ്പൊ അള്ളാഹു വലത് കൈയിൽ ആകാശത്തെ ചുരുട്ടി പിടിക്കുന്നു എന്ന് പറഞ്ഞു. വസ്സമാവാതു മത്വിയാത്തുൻ ബിയമീനിഹി. ഒരു ചെവി മാത്രമല്ലല്ലോ, ഇരു ചെവിയും കേൾവിയുണ്ടല്ലോ അല്ലേ? പറയുന്നത് മുഴുവനും കേൾക്കുമല്ലോ. കേൾവിക്കുറവൊന്നുമില്ലല്ലോ, കുറച്ച് കേട്ടിട്ട് പിന്നെ കട്ടി ആയി പോകില്ലല്ലോ. എന്നാൽ എന്റെ വിഷയാവതരണത്തിൽ ഞാൻ അവതരിപ്പിച്ച വിഷയം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അള്ളാഹു മാറിക്കൊണ്ടിരിക്കുന്നു, അവര് പഠിപ്പിക്കുന്ന അള്ളാഹു. വിഷയാവതരണം വളരെ നന്നായി മനസ്സിലാക്കുക. എന്നിട്ട് മുജാഹിദ് പ്രസ്ഥാനം ഒരു കാലത്ത് പഠിപ്പിച്ച അള്ളാഹുവിന് വലത് കൈയും ഇടതു കൈയും ഉണ്ട്. അത് നിങ്ങളുടെ ഇബ്നു അബ്ദുൽ വഹാബ് കിതാബ് തൗഹീദ് എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തി. ആ പുസ്തകം വിവർത്തനം ചെയ്തത്, അറബിങ്ങൾക്ക് അറിയില്ലെങ്കിൽ വിവർത്തനം ചെയ്തത് ഇപ്പോഴും വിപണിയിൽ ലഭ്യമാണ്. അതിന്റെ 132-ാമത്തെ പേജിൽ പ്രതിപാദിക്കുന്ന വിഷയമാകുന്നു അള്ളാഹുവിന്റെ ഇരുകൈകളെ കുറിച്ച പരാമർശം. അതിൽ വരികളാണ് വായിക്കുന്നത്, നമ്മൾ കാണാതെ തന്നെ അറിയാമത്. ഖുർആനും ഹദീസും ഒക്കെ അത് ആവശ്യമായിട്ട് മനഃപ്പാടമാകുന്നത് പോലെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉത്തരണികളും നമ്മൾ കാണാതെ തന്നെ പറയുക. അള്ളാഹുവിന്റെ കൈകളെ കുറിച്ച പരാമർശം, ആകാശങ്ങൾ വലതു കൈയിലും ഭൂമി ഇടതു കൈയിലുമാണ്. അപ്പോ മുജാഹിദുകൾ ഒരു കാലത്ത് പഠിപ്പിച്ചത് അള്ളാഹ്ക്ക് വലത്തെ കൈയും ഇടത്തെ കൈയും ഉണ്ട് എന്നും ഭൂമി ഇടത്തെ കൈയിൽ ആകുന്നു എന്നുമാണ്. പക്ഷേ 2004 സെപ്റ്റംബർ മാസത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പുറത്തിറക്കിയ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം എന്ന KK സക്കരിയ മൗലവി വിവർത്തനം ചെയ്ത് ആ പുസ്തകത്തിൽ 25-ാമത്തെ പേജിൽ പറയുന്നത് അള്ളാഹുവിന് വലത്തെ കൈ മാത്രമാണ്, ഇടത്തെ കൈയില്ല എന്ന് ഹദീസിലുണ്ട്. ഈ പുസ്തകത്തിന്റെ 25-ാമത്തെ പേജിൽ പ്രതിപാദിക്കുന്നു. അപ്പൊ 2004 ആയപ്പോൾ മുജാഹിദിന്റെ പടച്ചോൻ വികലാംഗനായി, ഇടത്തെ കൈയില്ല. ഇങ്ങനെ മാറുന്ന പടച്ചോനാണ് എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം അവരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുക. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് വല്ല ചോദ്യമുണ്ടോ? ചോദിക്കാം. ഞാൻ ഓതിയ ആയത്തിനെ പറ്റിയുള്ളൊരു വിശദീകരണം ഉസ്താദ് തന്നില്ല. കാരണം അള്ളാഹുവിന് കൈയുണ്ട്, കാലുണ്ട്, മുജാഹിദുകളുടെ അള്ളാഹ്ക്ക് കൈയുണ്ട്, കാലുണ്ട് എന്നാണ് പറയുക. പക്ഷെ അങ്ങനെ സുന്നികൾ വിശ്വസിക്കുന്ന അള്ളാഹ്ക്ക് അതില്ല എന്ന് നിങ്ങൾ സുന്നി പണ്ഡിതന്മാർ പ്രസംഗിക്കാറുണ്ട്. അപ്പൊ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് അതിന്റെ വീഴ്ച? അതാണ് അറിയാം. എന്ന മുതശാബിഹായ ആയത്തുകളിൽപ്പെട്ട ആയത്താണ്. ഈ ആയത്തിനെ സംബന്ധിച്ച് ആയത്തുകൊണ്ട് എന്താണ് വിവക്ഷിച്ചത് എന്ന് സലഫ് സ്വാലിഹികളായ പണ്ഡിതന്മാർ പറയുന്നത്, മുതശാബിഹായ ആയത്തുകളെ സംബന്ധിച്ച് നാം വിശ്വസിക്കേണ്ടത് അല്ലാഹു അഅലം ബി മുറാദിഹി ബിദാലിക, അല്ലാഹു അതുകൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത് അല്ലാഹു ആണ് അറിയുക. അതിനെ വ്യാഖ്യാനിക്കൽ അല്ല, അതിനെ വിശദീകരിക്കൽ അല്ല. ഇതാണ് സലഫ് സ്വാലിഹികൾ അവര് പഠിപ്പിച്ചിട്ടുള്ള വിശ്വാസം മുതശാബിഹായ ആയത്തുകളെ സംബന്ധിച്ച് എന്ന് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വൽ മദ്ഹബാനിൽ മശ്ഹൂറാനി എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം നവവി തങ്ങളും വളരെ വിശദമായി ഈ വിഷയം സലഫ് സ്വാലിഹികളിൽ ഉദ്ധരിച്ചുകൊണ്ട് അവതരിപ്പിച്ചത് കാണാം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് വെക്കേണ്ടത് മലയാളത്തിൽ? അതൊന്നും ഉസ്താദ് പറഞ്ഞില്ല. കാരണം സുന്നി പരിഭാഷകളിൽ തന്നെ കാണുന്നത് അവൻ വലത് കൈയിൽ ആകാശത്തെ ചുരുട്ടിപ്പിടിച്ചു. അങ്ങനെ തന്നെയാണോ വെക്കേണ്ടത്?
അതെ, ഒപ്പര് ചോദിക്കുന്നത് അതിന് മലയാളത്തിൽ എന്താ അർത്ഥം പറയുന്ന പറയുകയാണെങ്കിൽ അതിന് അള്ളാഹുവിന് ഒരു വിധത്തിലും ന്യൂനതകൾ തോന്നിപ്പിക്കാത്ത വിധത്തിൽ ഉള്ള അള്ളാഹുവിന്റെ അധീനതയിൽ എന്ന് അർത്ഥം വെക്കുകയാണ് വേണ്ടത്. അള്ളാഹുവിന് ന്യൂനതകൾ തോന്നിപ്പിക്കുന്ന, അവന് കൈകളും കാലുകളും അവയവങ്ങളും ഉള്ളവനാണ് എന്ന മുജസ്സിമുകളുടെ വാദങ്ങൾ, ആ വാദങ്ങൾ മുസ്ലിം സമുദായത്തിലേക്ക് എത്തിക്കുന്ന രൂപത്തിലുള്ള അർത്ഥങ്ങൾ അത് പ്രയോഗിക്കാൻ പാടുള്ളതല്ല. അള്ളാഹുവിന്റെ അധീനതയിൽ എന്നാണ് പ്രയോഗിക്കേണ്ടത്. പറഞ്ഞ ജഹ്മിബിന് സുഫ്യാന്റെ വാദമാണ്, ജഹ്മിയാക്കളുടെ വാദം. അതായത് അള്ളാഹുവിന്റെ ഒരു സിഫത്തിനെ കുറിച്ച് പറഞ്ഞാൽ അതിനെ വ്യാഖ്യാനിക്കുന്ന ആളുകളായിരുന്നു അത്. അതേ വാദമാണ് ഈ പുസ്തകം പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇനി ഇസ്തിഹാസയായിട്ട് ബന്ധപ്പെട്ട അല്ലാത്ത മറ്റൊരു ചോദ്യം ചോദിച്ചു. അതൊന്നുമില്ല, ജഹ്മുകളുടെ വാദാണെന്നേ, ജഹ്മുബിന് സുഫ്യാന്റെ വാദാണ്. മൂപ്പർക്ക് ജഹ്മുബിന് സുഫ്യാനെ മനസ്സിലായിട്ടില്ല, നമ്മളെ മനസ്സിലായിട്ടില്ല, മൂപ്പർ തന്നെ മനസ്സിലായിട്ടില്ല. അതാണല്ലോ ഇപ്പൊ ഇതുവരെ കണ്ടത്. അതുകൊണ്ടാണല്ലോ വേദന എസ്എഫിന് മെമ്പർഷിപ്പ് കിട്ടണമെന്നാണല്ലോ ഇപ്പൊ ആവശ്യപ്പെടുന്നത്. അതങ്ങനെ കിട്ടൂല. അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇവിടെ പറഞ്ഞ ഒരു വിഷയം നന്നായി നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മുജാഹിദ് മൗലവിമാര് അമാനി മൗലവിയും നിങ്ങൾ ജഹ്മിയാക്കേണ്ടി വരും. അമാനി മൗലവിയുടെ പരിഭാഷകൾ ഞാൻ 25 സ്ഥലം ഇപ്പൊ ഇവിടെ മുന്നോട്ടുന്ന ഞാൻ പറഞ്ഞുതരാം. വ്യാഖ്യാനിച്ച സ്ഥലം മുതശാബിഹ നിങ്ങൾ ചേർക്കണ്ടോ? നിങ്ങളുണ്ടോ? ഞാൻ ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞുതരാം. 25 സ്ഥലം. നിങ്ങൾ അലമാര സൂക്ഷിക്കുന്ന അമാനി മൗലവിന്റെ പരിഭാഷ പറയൂ. ജഹ്മുബിൻ സുഫ്യാന്റെ വാദക്കാരനാണ്. അപ്പൊ ആ വിഷയത്തിൽ മുതശാബിഹായ ആയത്തുകളുടെ വിഷയത്തിൽ എന്താണ് സലഫു സ്വാലിഹീങ്ങളുടെയും ഖലഫു സ്വാലിഹീങ്ങളുടെയും ഈ വിഷയത്തിലെ നിലപാട് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അള്ളാഹുവിന്റെ ഇത്തരം മുതശാബിഹായ ആയത്തുകൾ, ഈ ആയത്തുകളെ സംബന്ധിച്ച് വന്ന ഭാഗങ്ങൾ വ്യാഖ്യാനിക്കാതെ വിശദീകരിക്കാതെ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് എന്ന് അള്ളാഹുവിനെ അറിയുകയുള്ളൂ എന്ന് വെക്കുന്ന ആ തസ്മീമിന്റെ അള്ളാഹുവിനെ കൊടുക്കുന്നതിന്റെ ആ ഒരു രൂപമാണ് സലഫ് സാലിഹീങ്ങളായ പണ്ഡിതന്മാർ നമുക്ക് മുന്നിൽ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ പിൽക്കാലക്കാരായ ആളുകൾ അവര് അള്ളാഹുവിന്റെ ഖുർആനിലെ മുതശാബിഹായ ആയത്തുകളിലെ ഇത്തരം ഭാഗങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് അള്ളാഹുവിനെ യോജിക്കാത്ത രൂപത്തിൽ ന്യൂനതകൾ അള്ളാഹുവിനെ സംബന്ധിച്ച് ചേർത്ത് പറയേണ്ടുന്ന വിധത്തിലേക്ക് സമുദായത്തെ എത്തിക്കുന്ന വ്യാഖ്യാനങ്ങളിലേക്ക് വന്നപ്പോൾ സലഫ് സാലിഹീങ്ങളായ പണ്ഡിതന്മാർ അതിന് അനുയോജ്യമായ അർത്ഥങ്ങൾ, അനുയോജ്യമായ അള്ളാഹുവിന്റെ ന്യൂനതയോട് അള്ളാഹുവിലേക്ക് ഒരിക്കലും ന്യൂനതകൾ ചേർത്ത് പറയാത്ത രൂപത്തിൽ അനുയോജ്യമായ അള്ളാഹുവിന്റെ കുദറത്തുകൾ വെളിപ്പെടുത്തുന്ന അർത്ഥങ്ങൾ, ആ അർത്ഥങ്ങൾ നൽകുക എന്നത് ഖലഫു സ്വാലിഹീങ്ങൾ പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാർ അവർ സ്വീകരിച്ച നടപടിയാണ്. അത് ജഹ്മുബിൻ സുഫ്യാന്റെ വാദമല്ല. ഈ ആശയം അമാനി മൗലവി തന്റെ പരിഭാഷയിൽ നിരവധി സ്ഥലം 25 സ്ഥലം ഇപ്പൊ ഞാനിവിടെ വേണമെങ്കിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. അത് ജഹ്മുബിൻ സുഫ്യാന്റെതല്ല. ജഹ്മുബിൻ സുഫ്യാനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല.